നമ്മുടെ പ്രാർത്ഥനയെ യാചനകളിൽ ഒതുക്കരുത്. നമ്മുടെ പ്രാർത്ഥനയെ യാചനകളിലേക്ക് ഒതുക്കി തുടർച്ചയായി എനിക്ക് തരണമേ, ഞങ്ങൾക്ക് തരണമേ എന്നതിലേക്ക് ചുരുക്കാതിരിക്കാൻ സങ്കീർത്തനങ്ങൾ നമ്മെ സഹായിക്കുന്നു. ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ കുറിച്ച വരികളാണിത്. മോൺസിഞ്ഞോർ ഡോക്ടർ ജോൺസൺ കൈമലയിൽ കോർ എപ്പിസ്കോപ്പ രചിച്ച ദാവീദിൻ്റെ കിന്നരം എന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ പോകുന്നേയുള്ളൂ. അതിൻ്റെ ആമുഖത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കുറിച്ച വരികളാണിത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ലോകം മുഴുവൻ ദുഃഖിതരായിരിക്കുന്ന ഈ സമയത്ത് മാർപ്പാപ്പയെക്കുറിച്ചുള്ള അനുസ്മരണത്തിനായി നമുക്ക് ജോൺസൺ കൈമലയിൽ കോർ എപ്പിസ്കോപ്പയോട് ഈ സംവാദത്തിലൂടെ വിശേഷങ്ങൾ തിരക്കാം. എല്ലാവർക്കും മീഡിയ വിഷൻ്റെ മറ്റൊരു സംവാദത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. എങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിക്കുന്നത്? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ നമുക്കറിയാവുന്ന ലോകമാസകലം ദുഃഖസാന്ദ്രമാണ്. കേവലം 12 വർഷം കൊണ്ട് ഇത്രമാത്രം മനുഷ്യഹൃദയങ്ങളെ കവരുവാൻ ഒരു വ്യക്തിക്ക് എങ്ങനെ സാധിച്ചു എന്നത് ഒരു വലിയ അത്ഭുതമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലും മീഡിയയിലുമൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റിയുള്ളതായി വിവരണങ്ങൾ കേൾക്കുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത എന്ന് പറയുന്നത്, സാധാരണമായ കാര്യങ്ങൾ അസാധാരണമായ മികവോടുകൂടെ ചെയ്യുവാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഒരു മഹാൻ. ആ അർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ സാധാരണമായ ജീവിതം അത് അസാധാരണമായ തികവോടുകൂടെ നിർവഹിച്ചു. അതാണ് അദ്ദേഹത്തെ ഈ വലിയ ഔന്നത്യത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. അതുപോലെ ദൈവസ്നേഹം, സഹോദര സ്നേഹം, ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. ഇത് പലപ്പോഴും പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ പറയും ദൈവസ്നേഹം ഉണ്ടാകണം, മനുഷ്യസ്നേഹം ഉണ്ടാകണമെന്ന്. എന്നാൽ ഇതിനെ സമന്വയിപ്പിക്കുവാൻ, ദൈവസ്നേഹത്തെയും മനുഷ്യസ്നേഹത്തെയും സമന്വയിപ്പിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഔന്നത്യം എന്ന് പറയുന്നത്. അനുകമ്പ, മറ്റുള്ളവരുള്ള കരുതൽ, ഇതൊക്കെ കേവലം വാക്കുകളിൽ ഒതുക്കാതെ അത് ജീവിതത്തിൽ പകർത്തുവാൻ ഈ പുണ്യവാനായ പിതാവിന് സാധിച്ചു. ലോകം അവഗണിക്കുന്നതായ, അശരണരായ, ആരും ശ്രദ്ധിക്കാത്തതായ ആളുകളിലേക്ക് തൻ്റെ കരുണയുടെ കരം നീട്ടുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചു. അതുപോലെ ഞാൻ പറയും, ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ലിബറേറ്റഡായിട്ടുള്ള വ്യക്തിത്വമായിരുന്നു. തനിക്ക് ബോധ്യമുള്ളതായ കാര്യങ്ങൾ അത് ആരുടെ മുമ്പിലും തുറന്നു പറയുവാൻ, അത് സ്ഥാപിക്കുവാൻ, അതിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി ഒന്നും അദ്ദേഹം അല്പം പോലും ബോധേടല്ല. അത് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയാനുള്ളതായ ആ ഒരു ധൈര്യം അദ്ദേഹം കാണിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രഭാഷണം വരെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഈ നന്മകൾ, ഈ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത, അത് ലോകം വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചു, അതിനെ അംഗീകരിച്ചു. അതിനുള്ളതായ ആ ഒരു മഹത്വമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ലോകമാസകലം അദ്ദേഹത്തെ ഇത്ര ഒരു ഔന്നത്യത്തിലേക്ക് ഒരു വലിയ കിരീടം നൽകി, വലിയ ഒരു സിംഹാസനം നൽകി എന്ന് അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഈ 25 വർഷമായിട്ട് വത്തിക്കാനിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 22 വർഷമായിട്ട്. അപ്പോൾ ഈ 3 മാർപ്പാപ്പമാരോടൊപ്പം അങ്ങേക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അവരിൽ തന്നെ ഏറ്റവും ഒടുവിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ളൊരു വ്യക്തിപരമായ അടുപ്പങ്ങൾ എങ്ങനെയാണ്? എന്നെ വത്തിക്കാനിൽ പൗരസ്ത്യ തിരുസംഘം എന്ന കാര്യാലയത്തിലെ ഒരു ഓഫീസ് സെക്രട്ടറി ആയിട്ടാണ് ഞാൻ നിയമിതനായത്. കാര്യാലയം എന്ന് പറയുമ്പോൾ നമ്മുടെ
വത്തിക്കാൻ ഒരു രാജ്യമാണ്. അവിടുത്തെ ഒരു മന്ത്രാലയം എന്ന രീതിയിൽ നമുക്ക് കാണാവുന്നതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് എന്നെ അവിടുത്തെ ഒരു ഓഫീസ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്തിന് ശേഷം ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ ആ ഭരണകാലം മുഴുവനും ആ ഓഫീസിൽ പൗരസ്ത്യ തിരുസംഘത്തിൽ ഒരു ഓഫീസ് സെക്രട്ടറി ആയിട്ട് ചുമതല വഹിച്ചു. ഏതാണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ 2013 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ പിൻഗാമിയായി ചുമതലയേൽക്കുന്ന ആ കാലയളവിലാണ് എനിക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഒരു രോഗം ബാധിച്ച് ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലമായിട്ട് ഞാൻ ശാരീരികമായ വലിയ അസ്വസ്ഥതകളിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് 2013 മുതൽ 2014 വരെയുള്ള കേവലം ഒരു വർഷക്കാലം മാത്രമേ എനിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം വത്തിക്കാനിൽ സേവനം ചെയ്യുവാനായിട്ട് സാധിച്ചുള്ളൂ. എന്നാൽ ആ ഒരു വർഷക്കാലം മാത്രം മതി എനിക്ക് പരിശുദ്ധ പിതാവിൻ്റെ വ്യക്തിത്വം, മഹത്വം ഇതൊക്കെ മനസ്സിലാക്കാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദന അനുഭവിക്കുന്നവർ, രോഗികൾ, ക്ലേശം അനുഭവിക്കുന്നവർ, അവരെ ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഔന്നത്യം അത് വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. എൻ്റെ പൗരസ്ത്യ കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റായിരുന്നത് കർദിനാൾ ലിയനാർഡോ സാന്തിരി എന്ന് പറയുന്ന അർജൻറ്റീനയിൽ തന്നെയുള്ള ഒരു കർദിനാളായിരുന്നു. അദ്ദേഹം ഇപ്രകാരം ഓഫീസിലെ ഈ മോൺസിഞ്ഞോർ രോഗബാധിതനായിരിക്കുന്നു എന്ന് പരിശുദ്ധ പിതാവിനെ അറിയിക്കുന്ന അവസരത്തിൽ എനിക്ക് ഏറ്റവും നല്ല ചികിത്സ ലഭിക്കണം എന്ന് പാപ്പ നിഷ്കർഷിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് തുടർന്ന് എനിക്കവിടെ വത്തിക്കാനിൽ ജോലി ചെയ്യുക സാധ്യമല്ല എന്ന ആ ഒരു ശാരീരികമായ അവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ പാപ്പ എനിക്ക് ഒരു പ്രൈവറ്റ് ഓഡിയൻസ് അദ്ദേഹത്തെ നേരിൽ കാണുവാനുള്ളതായ ഒരവസരമൊരുക്കി. എന്നാൽ എനിക്ക് അതിൽ പോകാൻ സാധിച്ചില്ല. കാരണം അത്രമാത്രം ഞാൻ ശാരീരികമായ അസ്വസ്ഥതയിൽ അന്ന് ആയിരുന്നു. എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് 2 പേര്, സിസ്റ്റർ ശാന്തിത SIC, അതുപോലെ കൊട്ടാരക്കര തന്നെയുള്ള എലിസബത്ത് മാത്യു റീന എന്ന് പറയുന്ന എൻ്റെ സഹോദരി, അവർ 2 പേരെ ഞാൻ എൻ്റെ പ്രതിനിധികളെന്ന രീതിയിൽ പാപ്പയുടെ അടുത്ത് അയക്കുകയും എൻ്റെ രോഗവിവരങ്ങളൊക്കെ മാർപ്പാപ്പ നേരിട്ട് അവരുടെ അടുത്ത് അന്വേഷിക്കുകയും ചെയ്തു. സ്നേഹവായ്പോടെ എനിക്ക് തരേണ്ട സ്നേഹവും വാത്സല്യവും അനുകമ്പയും ഒക്കെ അവർക്ക് പകർന്നു കൊടുത്തു എന്ന് അവർ വളരെ ഉള്ളു തുറന്ന് എന്നോട് പിന്നീട് പങ്കുവെച്ച് ഞാൻ ഓർക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ KV തോമസ് കുട്ടി, അദ്ദേഹം കാതലിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ കാര്യാലയത്തിൻ്റെ ഒരു സെമിനാറിൽ സംബന്ധിക്കുവാനായി വത്തിക്കാനിൽ പോവുകയും അന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിൽ കാണുവാനും സംസാരിക്കാനുമൊക്കെ അദ്ദേഹത്തിനൊരവസരമുണ്ടായി. അന്നേരം ഇങ്ങനെ പൗരസ്ത്യ തിരുസംഘത്തിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന മോൺസിഞ്ഞോർ ജോൺസൻ്റെ സഹോദരനാണ് എന്നിങ്ങനെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഓർക്കുകയാണ്, എത്രയോ നൂറുകണക്കിന് ഉദ്യോഗസ്ഥരുള്ളതായ വത്തിക്കാനിൽ അന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ രോഗബാധിതനായ ഒരു പുരോഹിതനുണ്ടായിരുന്നു എന്ന ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട് എന്നുള്ള രോഗവിവരങ്ങൾ അദ്ദേഹം നേരിട്ട് ചോദിച്ച് അന്വേഷിച്ചത് ഞാൻ വളരെ എൻ്റെ ഉള്ളിൽ ഇന്ന് നമ്മോടൊപ്പം പരിശുദ്ധ പിതാവ് ഇല്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിനുള്ളതായ ആ സ്നേഹത്താൽ എൻ്റെ ഹൃദയം നിറയുകയാണ്. അത്രമാത്രം സ്നേഹവായ്പോടെ, കരുതലോടെ, അനുകമ്പയോടെ രോഗാവസ്ഥയിൽ എന്നെ ചേർത്ത് പിടിച്ച വ്യക്തിയാണ്. ഞാൻ വത്തിക്കാനിൽ നിന്ന് വിരമിക്കുന്ന അവസരത്തിൽ ഒരു പെൻഷനർ
എന്ന ആ ഒരു രീതിയിൽ ഇന്നും ഞാൻ വത്തിക്കാൻ്റെ തന്നെ ഒരു ഭാഗമാണ്. വത്തിക്കാൻ്റെ തണലിലാണ്, പരിശുദ്ധ പിതാവിൻ്റെ സംരക്ഷണയിലാണ് എന്ന് ഏറ്റവും സന്തോഷത്തോടെ പറയുന്നതിൽ എനിക്ക് സാധിക്കും. ഈ ലോകത്തുള്ള വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും ഒക്കെ ഒരിക്കലൊന്ന് നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മാർപ്പാപ്പ. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആദ്യമായി നേരിൽ കണ്ടപ്പോഴുള്ള ഒരു അനുഭവം? ഫ്രാൻസിസ് മാർപ്പാപ്പ യാതൊരു ഔദ്യോഗികതകളുമില്ലാത്ത ഒരു വ്യക്തിയാണ്. ഒരു ഉന്നത സ്ഥാനീയനാണ്, ഒരു രാഷ്ട്രത്തിൻ്റെ തലവനാണ്, ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ അധികാരിയാണ്. ഈ സ്ഥാനമാനങ്ങൾ അതിനപ്പുറം ഔദാര്യത്തിൻ്റെയും അനുകമ്പയുടെയുമായ ഒരു വ്യക്തിയാണ്. മാർപ്പാപ്പമാർ അവരെ തന്നെ വിളിക്കുന്നൊരു പേര് സേർവൂസ് സേർവോരും ദൈ, അതായത് സേവകരുടെ, ദൈവത്തിൻ്റെ സേവകരുടെ സേവകൻ എന്നാണ്. എന്നാൽ ഇത് കേവലം വാക്കുകളിൽ മാത്രമല്ല, തൻ്റെ ജീവിതത്തിലൂടെ സകല മനുഷ്യരുടെയും സേവകനാണ് താൻ, സകല മനുഷ്യരുടെയും ശുശ്രൂഷകനാണ് താൻ എന്ന ആ ഒരു മനോഭാവം അത് കേവലം വാക്കുകളിൽ മാത്രമല്ല, തൻ്റെ പ്രതികരണത്തിൽ നമ്മളെ മാർപ്പാപ്പയുടെ കയ്യിൽ സ്പർശിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്നേഹവായ്പ അനുഭവിക്കാനായിട്ട് സാധിക്കും. അത്രമാത്രം സ്നേഹത്തോടും പരിഗണനയോടും അനുകമ്പയോടും കൂടെ ഓരോ മനുഷ്യനെയും ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പരിശുദ്ധ പിതാവിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം ദൈവം പിതാവും സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളും, അതിൽ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ ഒന്നും വേർതിരിവില്ലാതെ സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളുമാണ് എന്ന ആ വീക്ഷണം. അതുകൊണ്ടാണ് സകലരെയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മതത്തിൻ്റെ വേർതിരിവില്ല, ഭാഷയുടെ വേർതിരിവില്ല, അതിനപ്പുറം അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അതുപോലെ മാർപ്പാപ്പയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഭൂമി എന്ന് പറയുന്നത് അത് ആരുടെയും സ്വകാര്യ സ്വത്തല്ല, ഇത് ദൈവം മനുഷ്യന് നൽകിയതാണ്. ദൈവം മനുഷ്യന് താൽക്കാലികമായി നൽകിയതാണ്. മനുഷ്യൻ ഈ ഭൂമിയുടെ ഒരു കസ്റ്റോഡിയനാണ്, താൽക്കാലിക കാലത്തേക്കുള്ളൊരു സൂക്ഷിപ്പുകാരനാണ്. അതുകൊണ്ട് തന്നെ ഈ അഭയാർത്ഥികളുമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ മാർപ്പാപ്പ ഇത്ര ശക്തമായിട്ട് ഇടപെടാനുള്ള കാരണം എന്ന് പറയുന്നത്, നീ കുറച്ചു കാലം ഈ ലോകത്ത് ജീവിക്കാനായിട്ട് നിനക്ക് ദൈവം തന്നിരിക്കുന്ന സ്ഥലമാണ്, ഇത് നീ എൻ്റേതാണ്, എൻ്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തടയരുത്, അഭയാർത്ഥികളോട് അനുകമ്പയോടെ പെരുമാറണം. എന്നാൽ ഓരോ രാഷ്ട്രവും അതിൻ്റെ സുരക്ഷിതത്വം അതിന് വില കൽപ്പിക്കണം. വില കൽപ്പിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഔദാര്യത്തോടെ അവരെ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന വിശാലമായ ഒരു വീക്ഷണം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയിലുണ്ടായിരുന്നു. അതാണ് ഇന്ന് ലോകം അദ്ദേഹത്തെ ഏറ്റവും ഒരു വലിയ മഹാനായിട്ട് ആദരിക്കാനുള്ള കാരണം. ഈ ആത്മീയ വിഷയങ്ങൾക്കപ്പുറം ലോകം നേരിടുന്ന പല പ്രശ്നങ്ങളിലും അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന രീതി പാപ്പയ്ക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അത് അദ്ദേഹം ബോധപൂർവം പറയുന്നതാണോ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നതാണോ? തീർച്ചയായിട്ടും. അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു ലിബറേറ്റഡ് പേഴ്സൺ ആയിരുന്നു. അദ്ദേഹം ധൈര്യത്തോടുകൂടെ തനിക്ക് ബോധ്യമുള്ളതായ കാര്യങ്ങൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇതര മതങ്ങളുമായിട്ടുള്ളതായ സംവാദങ്ങളിലാണെങ്കിൽ തന്നെയും ഒരു തുറന്ന മനോഭാവം, അതേ എപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ആ അനന്യത, യുണീക്നെസ്, അതിനെ അദ്ദേഹം ഒരിക്കലും മുറുകെ പിടിക്കും. അതുപോലെ സഭയുടെ നെടുംതൂണുകളായ 4 തൂണുകൾ, അതായത് സഭയുടെ ദൈവശാസ്ത്രം, അതുപോലെ ആരാധനാക്രമം, അതുപോലെ സഭയുടെ നിയമസംഹിത,
ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റ് സഭാ സമൂഹങ്ങളുമായിട്ട് അതുപോലെ ഇതര മതങ്ങളുമായിട്ട് എങ്ങനെ സഹവർത്തിത്വത്തിൽ സ്നേഹത്തിൽ പോകാൻ സാധിക്കും എന്ന് അദ്ദേഹം കാട്ടിത്തന്നു. അത് തീർച്ചയായും ഇനി വരും കാലത്ത് സഭയ്ക്ക് ഒരു മാതൃകയായിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. ഈ മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു ഏതെങ്കിലും രീതിയിൽ? മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് ഞാൻ കേൾക്കുന്നു. അദ്ദേഹം ബോനസ് അയറിസ് എന്ന് പറയുന്നതായ അർജൻറ്റീനയിലെ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരിക്കുന്ന അവസരത്തിൽ അവിടെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുകയുണ്ടായി. അതായത് അലക്സാണ്ടർ ഫിയാറ്റ്സാത്ത് എന്ന് പറയുന്നതായ ഒരു പുരോഹിതൻ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ച് തിരികെ അദ്ദേഹത്തിൻ്റെ പള്ളിമേടയിലേക്ക് പോയി. ആ അവസരത്തിൽ ഒരു സ്ത്രീ ഓടിക്കതച്ച് വന്ന് പറഞ്ഞു, വിശുദ്ധ കുർബാന ആരോ അലക്ഷ്യമായിട്ട് പള്ളിയുടെ മുമ്പിൽ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന്. ഈ അച്ഛന്, ഈ അലക്സാണ്ടർ അച്ഛന് ഓടിച്ചെന്ന് ഈ ദിവ്യ ഓസ്തി എടുത്ത് അത് പള്ളിക്കകത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിനാൽ അത് നിക്ഷേപിച്ചു. അത് ഡീക്കെ ആയി കഴിഞ്ഞിട്ട് ഒഴുക്കി കളയുക, അതാണ് സാധാരണ ചെയ്യുന്നത്. കാര്യം യേശുവിൻ്റെ ശരീരമാണ്, രക്തമാണ്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം നോക്കുമ്പോൾ ഈ ദിവ്യ ഓസ്തി അത് ഒരു മാംസമായി മാറിയിരിക്കുന്നു. അതുപോലെ ആ വെള്ളത്തിലെ രക്തത്തിൻ്റെ അംശം കാണുന്നു. ഒരു ദിവ്യകാരുണ്യ അത്ഭുതം അന്ന് ബോനസ് ഐറസിൽ നടക്കുകയാണ്. അന്ന് ആർച്ച് ബിഷപ്പായിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അദ്ദേഹം ഉടൻ തന്നെ എടുത്തൊരു ശക്തമായ തീരുമാനമാണ്, ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് ലോകം മനസ്സിലാക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടെ അമേരിക്കയിലെ ഒരു പ്രസിദ്ധമായ ശാസ്ത്ര കേന്ദ്രത്തിൽ ഇതിൻ്റെ ഒരു അംശം ഇതെന്താണ് എന്ന് വെളിപ്പെടുത്താതെ ഇതിൻ്റെ ഒരു ഭാഗം നിരീക്ഷണങ്ങൾക്ക് വേണ്ടി അയച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം അതിൻ്റെ റിസൾട്ട് വന്നു. അതായത് ഇത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ്. വളരെ പീഡനമേറ്റ് മരിച്ച ഒരു വ്യക്തിയുടെ ശരീരഭാഗമാണ്. ഇന്നും ബോനസ് ഐറസിൽ ആ ദിവ്യോസ്തി അവിടെ സൂക്ഷിച്ചിരുന്നു. അന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് അവിടുത്തെ ആർച്ച് ബിഷപ്പായിരുന്ന ആ കാലയളവിൽ അദ്ദേഹത്തെ പറ്റി കേൾക്കുന്നത്. അതേ തുടർന്ന് പിന്നീട് വലിയ വിവരങ്ങളൊന്നും അദ്ദേഹം മാർപ്പാപ്പ ആകുന്നവരെ ഉണ്ടായിട്ടില്ല. ഈ വത്തിക്കാൻ സാധാരണക്കാർക്കൊരു അത്ഭുത രാജ്യമാണ്, ഏറ്റവും ചെറിയ രാജ്യമാണ്, ആത്മീയതയുടെ ഉയർന്ന കേന്ദ്രമാണ്. എങ്ങനെയാണ് വത്തിക്കാനിലെ ഒരു ജീവിതം? വത്തിക്കാൻ തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടതായ എല്ലാ സംവിധാനങ്ങളും വത്തിക്കാന് അതിൻ്റേതായ നാണയമുണ്ട്, അതിൻ്റേതായ സെക്യൂരിറ്റി സംവിധാനമുണ്ട്, അതിൻ്റേതായ പോസ്റ്റ് ഓഫീസുണ്ട്. അങ്ങനെ അതിൻ്റേതായ ഭരണ സംവിധാനമുണ്ട്. ആ വിധത്തിൽ എല്ലാ സംവിധാനങ്ങളുള്ള ഒരു രാജ്യം. വത്തിക്കാൻ്റെ ആ ചുരുങ്ങിയ ഒരു മേഖല മാത്രമാണെങ്കിൽ പോലും വത്തിക്കാൻ്റെ ഓഫീസുകളൊക്കെ വത്തിക്കാന് പുറത്ത് റോമിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അത് ക്രമീകരിച്ചിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളതായ ആളുകൾക്ക് വത്തിക്കാൻ്റെ ഉള്ളിലെ ദൃശ്യഭംഗി, ലിയനാർഡോ ദാവിഞ്ചി പോലെയുള്ളതായ പ്രസിദ്ധരായ കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ, ഇവയൊക്കെ കാണുവാൻ, സന്ദർശിക്കുവാൻ, വലിയ അത്ഭുത ദൃശ്യങ്ങൾ കാണുവാൻ ധാരാളം ആളുകൾ ഓരോ വർഷവും കടന്നു വരുന്ന ഒരത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് വത്തിക്കാൻ. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ദിവ്യാത്ഭുതം ശാസ്ത്രീയ പരീക്ഷണത്തിന് അയച്ചെന്ന് പറഞ്ഞു. ഇത്തരം പരീക്ഷണങ്ങൾ നമ്മുടെ സഭയിൽ പതിവുള്ളതാണോ? സാധാരണ ദിവ്യാത്ഭുതം ഉണ്ടായെന്ന് പറയുമ്പോൾ ആളുകൾ ഏറ്റുപാടുകയും വാഴ്ത്തുകയൊക്കെ ചെയ്യുന്നതല്ലേ പതിവ്? തീർച്ചയായിട്ടും. അത് ആദ്യം ഉടൻ തന്നെ അല്ലെങ്കിൽ പോലും കുറേ കാലത്തിന് ശേഷം അത്
പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കുമൊക്കെ വിധേയമാക്കിയതിന് ശേഷം മാത്രമേ സഭ അതിനെ ഒരു വിശ്വാസ സത്യമായിട്ട് അംഗീകരിക്കാറുള്ളൂ. ആദ്യം അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയമാകും. എന്നിട്ട് അത് സത്യമാണ് എന്ന് അറിയുന്ന ആ സമയത്താണ് അത് ആളുകളുടെ വണക്കത്തിനും വെനറേഷന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുക. ഏതൊരു പുരോഹിതൻ്റെയും ഒരു മനസ്സിലുള്ളൊരു ആഗ്രഹമായിരിക്കും വത്തിക്കാനിൽ എത്തിപ്പെടുക എന്നുള്ളത്. അപ്പോൾ പിന്നെ പിതാവിൻ്റെ വത്തിക്കാൻ വരെയുള്ളൊരു യാത്ര എങ്ങനെയാണ്? ഞാൻ എൻ്റെ പൗരോഹിത്യം ജീവിതം ആരംഭിക്കുന്നത് 1994 ആദ്യ എൻ്റെ പുരോഹിതൻ എന്ന രീതിയിലുള്ളതായ ശുശ്രൂഷ കന്യാകുമാരി ജില്ലയിൽ തമിഴ് സംസാരിക്കുന്ന മേഖലയിലായിരുന്നു. അതേ തുടർന്ന് കൊട്ടാരക്കരയ്ക്കടുത്ത് തലച്ചറ ചിരട്ടക്കോണം കേന്ദ്രമാക്കി പനവേലി, പൊടിയാട്ടുവിള, കോക്കാട്, വില്ലൂര്, അതുപോലെ മയിലാടുംപാറ ഈ ഇടവുകളുടെയൊക്കെ വികാരിയായിട്ട് ഞാൻ ചുമതല വഹിച്ചു. അങ്ങനെ ഏതാണ്ട് 4 വർഷക്കാലം ഞാനവിടെ ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിലാണ് എനിക്ക് റോമിൽ ഉപരിപഠനത്തിനുള്ളതായ ഒരു സാധ്യത തുറന്നു കിട്ടിയത്. അന്ന് സെൽ ബെസേലിയോസ് എന്ന് പറയുന്നതായ കാതോലിക്ക ബാബ അദ്ദേഹം എന്നെ ദൈവശാസ്ത്രത്തിൽ ഉപരിപഠനത്തിന് വേണ്ടി റോമിലേക്ക് അയച്ചു. അവിടെ ഹോളി ക്രോസ് എന്ന് പറയുന്നതായ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എൻ്റെ മാസ്റ്റർ ഡിഗ്രിയും PhDയും എടുത്തു. എൻ്റെ PhDയുടെ അവസാന ഘട്ടത്തിലാണ് എനിക്ക് വത്തിക്കാനിൽ ഒരു ഓഫീസ് സെക്രട്ടറിയായിട്ട് ശുശ്രൂഷ ചെയ്യാനുള്ളതായ ആ ഒരു വഴി തുറന്നു തരികയും ഞാനങ്ങനെ അവിടെ ഓഫീസ് സെക്രട്ടറിയായിട്ട് നിയമിതനാവുകയും ചെയ്യുന്നത്. ഈ 3 മാർപ്പാപ്പമാർക്കൊപ്പം അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ 3 പേരെയും വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്താണ്? ആരുടെ ഒപ്പമാണ് ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചത്? ഈ 3 പേരും അവരുടേതായ തനിമയുള്ള വ്യക്തിത്വമുള്ളതായ വ്യക്തികളായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുണ്യജീവിതമായിരുന്നു. ഏറ്റവും അധികം രാജ്യങ്ങൾ സന്ദർശിച്ച മാർപ്പാപ്പ എന്ന ഖ്യാതി, അതുപോലെ അനേകം വർഷങ്ങൾ സഭയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുത്ത ജനകീയനായ ഒരു മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. ലോകത്തിന് മുഴുവനും സ്വീകാര്യനായ വ്യക്തിയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായ കാലം ചെയ്ത അവസരത്തിൽ വത്തിക്കാനിൽ തടിച്ചുകൂടിയ ജനസമൂഹം ഏതാണ്ട് 18 മണിക്കൂർ വരെ ക്യൂവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് എത്തിയ മനുഷ്യർ വരെയുണ്ട്. അതുപോലെ വത്തിക്കാനും റോമും മുഴുവനും ജനസാഗരമായ ഒരു കാഴ്ചയായിരുന്നു അത്. അതിൽ തന്നെ എത്രമാത്രം സ്വീകാര്യനായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു. ദൈവശാസ്ത്രപരമായ പ്രബോധനങ്ങളിൽ ഒരു അടിത്തറ കൊടുക്കുവാൻ വലിയ നേതൃത്വമാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വിശദീകരണത്തിന് തന്നെ അർത്ഥമില്ല. കാരണം ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കരുണയുടെ, സ്നേഹത്തിൻ്റെ മുഖം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമായ ഒരു സംഭവം മാത്രം പറയാം. ഞാൻ അവിടെ ജോലിയിലായിരിക്കുന്ന അവസരത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ അദ്ദേഹത്തിൻ്റെ മുറിക്ക് മുമ്പിൽ ഒരു സ്വിസ് ഗാർഡ് എപ്പോഴും ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കും. രാത്രി മുഴുവനും അദ്ദേഹം കാവൽ നിൽക്കും. അത് വത്തിക്കാൻ്റെ ഒരു പ്രോട്ടോക്കോളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കതവ് തുറന്നു നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ പാപ്പ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് ഒരു കസേര എടുത്തുകൊണ്ട് വന്ന് ഈ സ്വിസ് ഗാർഡിന് കൊടുത്തിട്ട് പറഞ്ഞു, കുറേ സമയമായിട്ട് നിൽക്കുകയാണല്ലോ, ഇനി താങ്കൾ ഇവിടെ ഇരിക്കുക. അദ്ദേഹം മടിച്ചു നിന്നു. കാരണം അവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച്
അവർക്ക് ഇരിക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹം ഇങ്ങനെ മടിച്ചു നിന്നപ്പോൾ പാപ്പ പറഞ്ഞു, മാർപ്പാപ്പയാണ് പറയുന്നത്, ഇരിക്കുക. അദ്ദേഹം പാപ്പായെ അനുസരിച്ചു അവിടെ ഇരുന്നു. കുറേ കൂടെ സമയം കഴിഞ്ഞ് ഏകദേശം അർദ്ധരാത്രിക്കായി കാണും, ഈ മനുഷ്യന് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി മാർപ്പാപ്പ അദ്ദേഹത്തിന് പുറത്ത് കൊണ്ടുപോയി കൊടുത്തു എന്ന് ഞാൻ ആ സമയത്ത് കേൾക്കാനിടയായിട്ടുണ്ട്. അത്രമാത്രം ആർദ്രതയുള്ള, അത്രമാത്രം കരുണയുള്ള, മറ്റുള്ളവനെ അത്രമാത്രം അടുത്തറിയുന്ന, അതിനകത്ത് വലിയവൻ ചെറിയവൻ എന്നുള്ളതായ വേർകൃത്യമില്ലാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇന്ന് അദ്ദേഹത്തെ ലോകം ആദരിക്കുന്നെങ്കിൽ അത് അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യയിലേക്കുള്ള ഒരു വരവ് ഇവിടുത്തെ വിശ്വാസമൂഹങ്ങളെല്ലാം വളരെ ആഗ്രഹിച്ചിരുന്നതാണ്. അത് നടക്കാതെ പോയതിലുള്ള ഒരു സങ്കടം കൂടിയുണ്ടല്ലോ. തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയെ സന്ദർശിക്കും എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ കുറേ കാലമായിട്ട് അദ്ദേഹത്തിന് ആരോഗ്യപരമായ വിഷയങ്ങളുണ്ടായിരുന്നു, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റ് മാർപ്പാപ്പമാർ നടത്തുന്നത് പോലെ ദീർഘമായ യാത്രകൾ ചെയ്യുവാനോ അതിനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യുവാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. തീർച്ചയായും അദ്ദേഹം ഭാരതത്തിലേക്ക് വന്നില്ല എന്നത് ഭാരതീയരായ നമുക്ക് ഒരു വലിയ നഷ്ടമായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ എങ്ങനെയൊക്കെ ആയിരിക്കും? അതായത് മാർപ്പാപ്പ കാലം ചെയ്തതിന് ശേഷം 15 ദിവസം കഴിഞ്ഞിട്ടാണ് പുതിയ മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കാനുള്ളതായ ആ ഒരു കോൺക്ലേവ് അവർ ഒന്നിച്ചു കൂടുക. ഏതാണ്ട് 120 കർദിനാളന്മാർ അവർ ഒന്നിച്ചു ചേർന്ന് അവർ പ്രാർത്ഥനയിലും ധ്യാനത്തിലും സിസ്റ്റൈൻ ചാപ്പൽ എന്ന് പറയുന്നതായ ആ പ്രത്യേക സ്ഥലത്ത് അവിടെയായിരുന്നു പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അവർ പ്രാർത്ഥനാനിരതരാകും. 3-2 3-1 ഭൂരിപക്ഷം സീക്രട്ട് വോട്ടിലൂടെ ലഭിക്കുന്ന കർദിനാളാകും പുതിയ മാർപ്പാപ്പ. അത് 15-നും 20-നും ഇടയിലുള്ളതായ ദിവസത്തിനുള്ളിൽ ആ തിരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് സഭ നിഷ്കർഷിക്കുന്നത്. നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒരു നല്ല തുടർച്ചയുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ആ വിശാലമായ വീക്ഷണങ്ങളെ തുടരുന്ന മനുഷ്യസ്നേഹിയായ സഭാസ്നേഹിയായ ഒരു നല്ല നേതൃത്വം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വത്തിക്കാനിൽ അങ്ങേപ്പോലെ വത്തിക്കാനിലെ മറ്റ് മലയാളി സാന്നിധ്യങ്ങൾ? തീർച്ചയായിട്ടും വത്തിക്കാനിൽ വിവിധ കാര്യാലയങ്ങളുണ്ട്. അതിൽ ഭാരതീയർക്ക് സാന്നിധ്യമുണ്ട്. ഞാൻ പൗരസ്ത്യ തിരുസംഘത്തിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം മലങ്കര കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ ഒരു പുരോഹിതന് അവിടെ അവസരം ലഭിക്കുകയുണ്ടായി. അത് ഇപ്പോഴവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ സന്യാസ സഭകളെ സംബന്ധിക്കുന്നതായ കാര്യാലയം, അതുപോലെ വിശുദ്ധരുടെ പ്രക്രിയ നടത്തുന്ന കാര്യാലയം, അതുപോലെ പ്രോപ്പഗേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ആ പ്രഘോഷണം, അതിൻ്റെ നടത്തിപ്പ് ചെയ്യുന്ന കാര്യാലയം, ഇവിടെയൊക്കെയും മലയാളി സാന്നിധ്യം ഇന്നും ഉണ്ട്. എല്ലാ രാഷ്ട്രങ്ങൾക്കും എല്ലാ ഭാഷകൾക്കും പ്രാതിനിധ്യം കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് വത്തിക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വീകരിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ഈ വിശ്രമജീവിതം കേരളത്തിൽ മതിയെന്ന് തീരുമാനിച്ചെന്തുകൊണ്ടാണ്? അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു രൂപതാ വൈദികനാണ്. എൻ്റെ ബിഷപ്പിൻ്റെ തീരുമാനമാണ് എൻ്റെ തീരുമാനം. ഞങ്ങൾ അനുസരണം എന്ന വ്രതം സ്വീകരിച്ചവരാണ്. തീർച്ചയായും ഞാൻ എൻ്റെ ബിഷപ്പുമായിട്ട് ഇവിടെ വത്തിക്കാനിലായിരിക്കുന്ന അത്യഭിവന്യ ബസേലിയസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവയുമായിട്ട് തുടർന്നുള്ളതായ എൻ്റെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണം എന്ന്
ചർച്ച ചെയ്തു. അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പിതാവിൻ്റെ ശ്രദ്ധയും സ്നേഹവും പരിഗണനയും ഒക്കെ അടുത്ത് കിട്ടത്തക്ക രീതിയിൽ തിരുവനന്തപുരം പട്ടമരമനയോട് ഒത്തിരി ദൂരത്തല്ലാതെ ഒരു സ്ഥലത്ത് ഞാനായിരിക്കണം എന്ന് പിതാവ് ആഗ്രഹിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പൈതൃകമായ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ഒരു പ്രതീകമായി ഞാൻ കാണുകയാണ്. എന്നെ അന്നും ഇന്നും ഏറ്റവും അധികം ചേർത്ത് പിടിക്കുകയും എൻ്റെ ഈ അനാരോഗ്യത്തിൽ എനിക്ക് അങ്ങേയറ്റം പൈതൃകമായ കരുതലും സ്നേഹവും നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ് ബസേലിയോസ് കർദിനാൾ ക്ലെമീസ് കാതോലിക്ക ബാവ. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയായിട്ട് അങ്ങേക്ക് തോന്നുന്നത് എന്താ? ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്ത് നൽകിയ സംഭാവന എന്ന് പറയുന്നത് ഒരു ഓപ്പൺനെസ്, ഒരു തുറവിയുടെ ആ ഒരു മനോഭാവം. നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ അവനിൽ തന്നെ ചുരുങ്ങുന്ന ഒരു മനോഭാവമാണ്. അത് കുടുംബങ്ങളിലായാലും സമൂഹങ്ങളിലായാലും മതങ്ങളിലായാലും രാഷ്ട്രങ്ങളിലായാലും എല്ലായിടത്തും അവരെല്ലാം അവരുടേതായ സങ്കുചിതമായ ആ മനോഭാവത്തിൽ എൻ്റേത്, ഞങ്ങളുടേത് എന്നുള്ള ആ ഒരു ചുരുങ്ങിയ ആ മനോഭാവത്തിൽ നിന്ന് തുറവിയുടെ, മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്ന, മറ്റുള്ളവരെ കരുതുന്ന, നമ്മളെല്ലാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദൈവപിതാവിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും സഹോദരങ്ങളാണ്. അത് മതത്തിൻ്റെയോ ഭാഷയുടെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വിവേചനം കൂടാതെ നാം എല്ലാം സഹോദരങ്ങളാണ് എന്ന ആ തുറവിയുടെ സുവിശേഷം ഈ നൂറ്റാണ്ടിന് നൽകിയ വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇനിയും വത്തിക്കാനിലേക്ക് ഒരു തിരിച്ചുപോക്ക് സാധ്യമാകത്തില്ലല്ലോ? അറിയില്ല, എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുന്നു. ഞാൻ ഈ അവസ്ഥയിലും അങ്ങേയറ്റം സന്തുഷ്ടനാണ്, സന്തോഷവാനാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ക്രൂശിതനായ ആ യേശുവിലാണ്. ആ സഹനത്തിൻ്റെ കർത്താവ് കുരിശിൽ കിടന്ന് പീഡ അനുഭവിച്ച ആ കുരിശിൻ്റെ അനുഭവം, അത് എനിക്ക് ഈ അവസ്ഥയിൽ ദൈവം തന്നത് ഒരു അനുഗ്രഹമാണ് എന്ന് ഞാൻ കരുതുന്നു. ഒരു പക്ഷേങ്കിൽ വത്തിക്കാനിലായിരുന്നെങ്കിൽ എനിക്ക് ആ തലത്തിലുള്ളതായ പ്രൊമോഷൻസ് ലഭിക്കുമായിരുന്നു. എന്നാൽ എനിക്ക് കുരിശിൻ്റെ ഒരു സാക്ഷിയാകുവാൻ, സഹനത്തിൻ്റെ സുവിശേഷം ഇന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുവാൻ, ഇന്ന് നിങ്ങളുടെ ഈ ചാനലിലൂടെയാണെങ്കിലും ഇത്രയും ശാരീരികമായ അസ്വസ്ഥതയുണ്ടെങ്കിലും എനിക്ക് സഹനം അല്ലെങ്കിൽ വേദന, തകർച്ചകൾ, അത് കുടുംബത്തിലായിക്കൊള്ളട്ടെ സമൂഹത്തിലായിക്കൊള്ളട്ടെ ഉണ്ടാകുമ്പോൾ അതെല്ലാറ്റിൻ്റെ അവസാനമല്ല. അത് നിരാശയോടെ സ്വീകരിക്കേണ്ടതല്ല. അതിൽ നിന്ന് നമ്മൾ കൂടുതൽ ധൈര്യത്തോടെ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ മുന്നോട്ട് പോകുവാൻ തയ്യാറാകണം എന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ഈ ചെയറിലിരിക്കുന്നത്. ഈ ചെയറിലിരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷമാണ്, ആനന്ദമാണ്. കാരണം ഞാൻ കുരിശിനെ കെട്ടിപ്പിടിച്ച് കുരിശിൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതത്തിൽ നയിക്കുന്നത്. ഏത് കാലത്തും മനസ്സിൽ നിൽക്കുന്ന ചില വത്തിക്കാൻ അനുഭവങ്ങൾ കാണുമല്ലോ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത. തീർച്ചയായിട്ടും. അങ്ങനെയുള്ള എന്തെങ്കിലും? എനിക്ക് എൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൊടുവാൻ, അദ്ദേഹത്തിൻ്റെ കൈ മുത്തുവാൻ, അദ്ദേഹത്തോട് സംസാരിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നതാണ്. ഇന്ന് കത്തോലിക്ക സഭ ഒരു വിശുദ്ധനായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വിശുദ്ധനോട് സംസാരിക്കുവാൻ, ഒരു വിശുദ്ധൻ്റെ കരം ചുംബിക്കുവാൻ, അദ്ദേഹത്തോട് കൂടെ ആയിരിക്കുവാൻ സാധിച്ചു എന്ന ആ ഒരു നിമിഷം ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല. ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരിക്കുമല്ലോ പാപ്പയെ നേരിട്ട് കാണുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അവസരം എടുക്കാൻ കഴിയാറുണ്ടോ? അതായത് മാർപ്പാപ്പയെ സന്ദർശിക്കുക എന്ന് പറയുമ്പോൾ അതിന് പല തലങ്ങളുണ്ട്. എല്ലാ ബുധനാഴ്ചകളിലും മാർപ്പാപ്പ ഒരു
പബ്ലിക് ഓഡിയൻസ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണവും അതുപോലെ ആളുകളെ ഇവിടെ സംസാരിക്കാനുള്ളതായ അവസരം പൊതുവായിട്ട് കൊടുക്കുന്നുണ്ട്. അത് വത്തിക്കാൻ ചത്വരത്തിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലുള്ളതായ ആ ചത്വരത്തിലാണ് നടത്തപ്പെടുക. അന്ന് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് അനേകം ആളുകൾ, ഏതാണ്ട് 60,000-ലധികം ആളുകൾക്ക് ഒന്നിച്ചു കൂടുവാൻ സാധിക്കുന്ന എല്ലാ ബുധനാഴ്ചകളിലും അദ്ദേഹം അങ്ങനെ അവസരം കൊടുക്കും. അതിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെങ്കിൽ രാഷ്ട്രത്തലവന്മാരാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ ശാരീരികമായ അസ്വസ്ഥത അനുഭവിക്കുന്നവരാകാം. അങ്ങനെ ഒരു പ്രയോറിറ്റി അനുസരിച്ച് കുറച്ച് പേർക്ക് അദ്ദേഹത്തിന് കൈമുത്തുവാനും അദ്ദേഹത്തോട് നേരിൽ സംസാരിക്കാനുമൊക്കെ അവസരം ലഭിക്കുന്നതാണ്. ഈ മാർപ്പാപ്പാൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്? ഞങ്ങൾ വത്തിക്കാനിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ ആണെങ്കിലും സ്ഥിരമായിട്ട് മാർപ്പാപ്പയെ കാണുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകൾ മനസ്സിലാക്കാനുള്ളതായ സാധ്യതകൾ വത്തിക്കാനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സാധിക്കുകയില്ല. അത് പൊന്തിഫിക്കൽ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവിടെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. ഈ എന്നെപ്പോലെ വത്തിക്കാനിലെ സ്റ്റാഫ് വൈദികർ വർഷത്തിൽ 2-3 പ്രാവശ്യം അദ്ദേഹത്തെ നേരിൽ കാണുവാനും സംസാരിക്കുവാനും ആശീർവാദം സ്വീകരിക്കാനുള്ളതായ സാഹചര്യമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ എന്നെപ്പോലെ അത്രമാത്രം ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ പ്രത്യേക പരിഗണനയിൽ പ്രൈവറ്റ് ഓഡിയൻസ് ഞങ്ങൾക്ക് ക്രമീകരിച്ച് ലഭിക്കാറുണ്ട്. ലോകം ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു പേരാണ് വത്തിക്കാൻ. അതോടൊപ്പം തന്നെ വിശ്വാസികളും അവിശ്വാസികളുമെല്ലാം ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഇടം നൽകിയിരിക്കുന്ന ഒരു നാമം മാർപ്പാപ്പമാരുടേതാണ്. ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവിന് ദൈവത്തോട് ഏറ്റവും അടുത്ത ഇരിപ്പിടം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയും ഇത്രയും നേരം വത്തിക്കാനിലെയും മാർപ്പാപ്പമാരോടുള്ള അനുഭവ പരിചയവും പങ്കുവച്ച ശ്രീ മോൺസിഞ്ഞോർ ഡോക്ടർ ജോൺസൺ കൈമരയിൽ കോറെപ്പിസ്കോപ്പ അവർകളോടും മീഡിയ വിഷൻ്റെ ഹൃദ്യംഗമായ നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം. താങ്ക് യു വെരി മച്ച്.